ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നേ നമ്മളുള്ളത് വയനാട്ടിലെ പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റുള്ള എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാടെല്ലാം ഓക്കെ ആയി. ഇത് നല്ലൊരു സംഭവമാണിത്. 40 രൂപയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. ഇതിനകത്ത് ബേർഡ്സ് ഫീഡിങ്, അതുപോലെ തന്നെ ഫിഷ് ഫീഡിങ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാണാൻ നല്ലൊരു സംഭവമാണിത്. നമ്മുടെ പൂക്കോട് ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് 40 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. പിന്നെ നോർമലായിട്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഈ ഫിഷ് സ്പായൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വരും. പിന്നെ ഇതിനകത്ത് ഡോഗ്സ് ഉണ്ട്, കൗ ഉണ്ട്, പിന്നെ അതേപോലെ ഹോഴ്സ് ഉണ്ട്, പിന്നെ ബോട്ടുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ വയനാട് വരുന്നവർ മറക്കാതെ പൂക്കോട് ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജംഗിൾ ബുക്ക് എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. വയനാട് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി. വയനാട്ടിൽ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നം എന്ന് പറയാൻ ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്താണത്. ഒരു ഭാഗമാണത്. അത് വയനാടിനെ മൊത്തമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. വയനാട് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു, വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ സഞ്ചാരികളെ കാത്തുകൊണ്ട് ഇവിടുത്തെ മൊത്തം ജനങ്ങളും കാത്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 70-80% ആളുകളും ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ വയനാട് സന്ദർശിക്കുക. വയനാട് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ പൂക്കോട് ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ജംഗിൾ ബുക്ക് എക്സോട്ടിക് പാർക്കിൽ വരിക. അവിടെ കയറി എല്ലാം കാണാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ പൂക്കോട് ലേക്ക് സന്ദർശിക്കാം. പൂക്കോട് ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ വയനാട്ടിൽ ബാക്കി എല്ലാ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ക്ലോസ് ആയിട്ടുള്ളൂ. അത് ഓപ്പൺ ആയിട്ടില്ല. അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. ഈ അടുത്ത മാസത്തോടു കൂടി എല്ലാം ഓപ്പൺ ആവും. അത് അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഓപ്പൺ ആവും. പിന്നെ വയനാടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വയനാട്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടൂറിസമായിട്ടാണ് ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ജനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം നമ്മളെ ഈ ടൂറിസം തളർന്നതോടുകൂടി ജനങ്ങളൊക്കെ ആകെ പ്രശ്നങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വയനാട് സന്ദർശിക്കുക. വയനാട്ടിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെല്ലാം ഓപ്പണാണ്. പിന്നെ ഇത് ഈ മക്കാവോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ സ്നേക്ക് ഉണ്ട്. സ്നേക്കിനെ നമുക്ക് കയ്യിലെടുക്കാം. അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് പേ ചെയ്യണം. 50 രൂപയാണ് എക്സ്ട്രാ ചാർജ്. നമുക്ക് തോളത്തൊക്കെ ഇട്ട് ഫോട്ടോ എല്ലാം എടുക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ മഴ കൊള്ളാത്ത രീതിയിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സൺ കൂനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡുണ്ട്. ബേർഡെന്ന് പറഞ്ഞാൽ നമ്മളെ തത്തേൻ്റെ ഒക്കെ പോലെയുള്ളൊരു സംഭവം. അത് നമ്മൾ കയ്യിൽ കുറച്ച് ഫീഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലും നമ്മളെ മുതുകത്തും തലയിലൊക്കെ വന്നിരിക്കും. അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സംഭവമാണ്. ഇതാണ് സാധനം. ഇതാണ് സൺ കൂനൂർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളായിട്ട് പിന്നെ നമ്മളെ കയ്യിലും നമ്മളെ തലയിലും നമ്മളെ തോളത്തൊക്കെ വന്നിരുന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ചില കുട്ടികൾക്ക് പേടിയായിരിക്കാം. പക്ഷേ എന്നാലും ഒരു 5 മിനിറ്റ് അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ അവരുടെ പേടിയൊക്കെ പോയി നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ഹലോ ഹായ് ഫ്രണ്ട്സ്. നമ്മളെ കുറേ സംഭവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് ഉണ്ട്. അവിടെയാണുള്ളത്. ഏകദേശം നല്ല സംഭവമാണ്. ഓണത്തോടനുബന്ധിച്ച് അപ്പോൾ എല്ലാവർക്കും വന്ന് ഇവിടെ എല്ലാവർക്കും വന്ന് കാണാവുന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ വയനാടെല്ലാം ഓക്കെയാണ്. വയനാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സംഭവമാണ്. പ്രശ്നമുണ്ടായിരുന്നവരൊക്കെ പിന്നെ ചൂരൽമലയായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വരാം. ഇവിടെ വെറും 40 രൂപയുള്ളൂ എക്സോട്ടിക് പാർക്ക്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഫിഷ് ഫീഡിങ്. അതേപോലെ തന്നെ സ്പായുണ്ട്, അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരുമ്പോൾ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഓക്കെ, ബൈ.